16ാം കേരള നിയമസഭയുടെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകളുടെ ഇടവേള മാത്രം. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർന്നു വന്ന കാതടപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. ഏപ്രിൽ 9 വ്യാഴാഴ്ചയാണ് ഒറ്റഘട്ടമായുള്ള കേരളത്തിലെ വോട്ടെടുപ്പ്. ഇന്ന് വൈകിട്ടാണ് രാഷ്ട്രീയ കക്ഷികളുടെയും 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പെരുമ്പറ മുഴക്കിയുള്ള കൊട്ടിക്കലാശം. കഴിഞ്ഞ 20 ദിവസത്തോളം നീണ്ട പ്രചാരണത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. 1970 ശേഷം ഇതാദ്യമായാണ് കേരളത്തിൽ ഇത്രയും കുറച്ചു ദിവസം മാത്രം പ്രചാരണത്തിന് സമയം ലഭിക്കുന്നത്. മാർച്ച് 15-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇതോടെ വോട്ടെടുപ്പ് വൈകിയെത്തുമെന്ന് കാത്തിരുന്ന കക്ഷികളും മുന്നണികളും പൊടുന്നനെ കളത്തിലിറങ്ങുകയായി. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് മുന്നണികൾക്കെല്ലാം വലിയ കീറാമുട്ടിയായി. കോൺഗ്രസ് ദിവസങ്ങൾ കഴിഞ്ഞാണ് സ്ഥാനാർത്ഥി പട്ടിക 2 ഘട്ടമായി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പേ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അവർക്ക് ഒരടി നേട്ടമായിരുന്നെങ്കിലും പ്രചാരണത്തിൽ UDF ഉന്നയിച്ച CPM BJP ഡീൽ ആരോപണം തന്നെയാണ് പാലക്കാട് ഉൾപ്പെടെ കേരളത്തിൽ ആസകലം കത്തിനിന്നത്. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചെന്നാരോപിച്ച CPM-നെ വെട്ടിലാക്കിക്കൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥികൾക്കുള്ള SDPI പിന്തുണ വിവാദമായത്. ഇതിന് വ്യക്തമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കടക്കം കഴിഞ്ഞതുമില്ല. 10 വർഷത്തെ വികസനം കാര്യമായ ചർച്ചയുമായില്ല. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്കുള്ള വീടുകളുടെ നിർമ്മാണത്തിനുള്ള ഫണ്ട് കോൺഗ്രസ് മുക്കിയെന്ന CPM ആരോപിക്കുമ്പോൾ കൈമാറിയ ടൗൺഷിപ്പിലെ വീടുകളിലേക്ക് ഇനിയും ആളുകൾ എത്തിയില്ല എന്നത് സർക്കാരിനെയും CPM-നെയും വെട്ടിലാക്കി. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ അവസാനവട്ട വോട്ടുറപ്പിക്കലിനുള്ള തന്ത്രങ്ങളുടെ കൂടി മണിക്കൂറുകളാണ്. അതിനായി രഹസ്യമായ അണിയറയിൽ എന്തെല്ലാം ഒരുങ്ങുന്നുണ്ടെന്നും ഏതേത് വോട്ടുകൾ ആർക്കൊക്കെ മറിയുമെന്നും കണ്ടറിയാൻ ഫലം വരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. മെയ് 4-നാണ് ഫലം പുറത്തുവരിക. UTV ന്യൂസ്, പാലക്കാട്.